പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പകലിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ വീണ്ടും കബർനഹൂമിൽ ചെന്നു എന്ന് കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ ജനനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെത്ലഹേമിലാണ്. യേശു വളർന്നത് നസ്രയത്തിലാണ്. യേശു കൂടുതലായും ശുശ്രൂഷ ചെയ്തത് കബർനഹൂമിലാണ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ജനത്തോട് പറയാനുള്ളത്, ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഒരു ജനനമുണ്ട്, ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഒരു യാത്രയുണ്ട്. എത്ര പേരൊന്ന് വിശ്വസിക്കുന്നു? നിൻ്റെ കുടുംബത്തിനകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് ഇന്ന് പകലിൽ ഒരു ജനനവും ഒരു വളർച്ചയും ഒരു യാത്രയും ദൈവം ഒരുക്കാൻ പോവുകയാണ്. ജനിച്ചാൽ മാത്രം പോരാ, വളർച്ചയുണ്ട്. വളർന്നാൽ മാത്രം പോരാ, ഒരു യാത്ര ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഒരു ആത്മീയ തലത്തിൽ ഒരു എഴുന്നേൽപ്പ് ഈ പകലിൽ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. യേശു കബർനഹൂമിൽ വന്നതായിട്ട് നമ്മൾ വായിക്കാനിടയായി തീർന്നു. യേശു പല പ്രാവശ്യം യേശു കബർനഹൂമിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവർ കബർനഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവർ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു കബർനഹൂമിൽ ചെന്നിട്ട് ഒരു പള്ളിയിൽ ചെന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ പള്ളിയിൽ പതിവ് പോലെ നിരന്തരം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ശാസ്ത്രിമാരുണ്ട്. അങ്ങനെ മുൻപോട്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ വ്യത്യസ്തമായ തലത്തിൽ യേശു നിന്ന് അധികാരത്തോടെ നിന്ന് വചനം ശുശ്രൂഷിക്കുന്ന അതേ വചനം അതേ തിരുവചനമാണ്. അത് അധികാരത്തോടെ യേശു ശുശ്രൂഷിക്കുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയാണ്, വ്യത്യസ്ത തലത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് കരങ്ങളിലെടുക്കാൻ പോവുകയാണ്. ശാസ്ത്രിമാർ പലരും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നുണ്ട്, നിരന്തരം ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നാൽ അവരിലും വ്യത്യസ്തമായിട്ട് യേശു അതേ വചനം എടുത്ത് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ വർഷങ്ങൾ കൊണ്ട് ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ ഒരുവനായിരുന്ന ചില ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം വിളമ്പുമ്പോൾ വചനം സംസാരിച്ച ആ യേശു വചനം സംസാരിച്ചപ്പോൾ തന്നെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം ദേശത്തോട്, ദൈവസഭയ്ക്കകത്ത് വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ശത്രു കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളെ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ചില വചനം സംസാരിക്കുമ്പോൾ വചനം അത് വ്യാപരിക്കുമ്പോൾ ചില രോഗശക്തികൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ചില ബന്ധിക്കപ്പെട്ട ചില ബന്ധന ശക്തികൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ കുടുംബത്തിനകത്ത് തലമുറയുടെ മേലൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് എത്രേ അവരെ ശുശ്രൂഷിച്ചത് ഉപദേശിച്ചത്. ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവ് അധികാരം കൈമാറാൻ പോവുകയാണ്. വിശ്വസിച്ചാട്ടെ. ദൈവസഭയ്ക്കകത്ത് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ ഓരോ ജനവും വ്യത്യസ്ത നിലവാരത്തിൽ ദൈവം ശുശ്രൂഷിക്കാൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. അത് അധികാരത്തോടെ ദൈവം ശുശ്രൂഷിക്കും. ജീവൻ്റെ മരണത്തിൻ്റെയും അധികാരം നാവിൽ മേലാണ് ഇരിക്കുന്നത്. അങ്ങനെങ്കിൽ അധികാരത്തോട് പറയുമ്പോൾ ചില രോഗബന്ധനങ്ങൾ അഴിയും, ചില പൈശാചികമായ സകല നുഖങ്ങളും അഴിയും. എന്നെ കേൾക്കുന്ന പല വ്യക്തി ജീവിതങ്ങളും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനെതിരെ കയറി വരുന്ന ചില രോഗശക്തികൾ, ചില മരണശക്തികൾ, ചില ബന്ധനങ്ങൾ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ആമേൻ. അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവർ നിലവിളിച്ച, നസ്രാന യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നു എന്ന് പറയുകയാണ്. ഈ അശുദ്ധാത്മാവ് ബാധിച്ച ആ മനുഷ്യനറിയാം ഞങ്ങൾക്കൊരു ദണ്ഡനമുണ്ടെന്ന്, അല്ലെങ്കിൽ എന്താണ്, ഒരു നശിപ്പുണ്ടെന്ന്.
തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നത്. അങ്ങനെയെങ്കിൽ തിരുവചനം പ്രസ്താവിച്ചപ്പോൾ, അധികാരത്തോടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ, അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യൻ, മറ്റാർക്കും അത് വെളിപ്പെട്ടില്ല. എന്നാൽ ഈ അശുദ്ധാത്മാവിന് അത് വെളിപ്പെട്ടു. ഇത് സാക്ഷാൽ നസ്രയനായ യേശുവാണെന്ന്. ശാസ്ത്രിമാർക്കോ മറ്റു അവിടെ ആ സഭയിൽ കൂടി വന്നിരുന്ന, അല്ലെങ്കിൽ ആ പള്ളിയിൽ കൂടി വന്നിരുന്നവർക്ക് ആർക്കും ഇത് വെളിപ്പെട്ടില്ല. ഈ ഭൂതം ബാധിച്ച വ്യക്തിക്ക് അത് മനസ്സിലായി, നസ്രാനായ യേശുവാണെന്ന്. ആ തിരിച്ചറിവ്, ബോധ്യം ഈ അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യനുണ്ടായെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയാണ്, ദൈവത്തിൻ്റെ വചനം ആധികാരികമായി സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വ്യക്തികളോട് ഇടപെടുമ്പോൾ, കുടുംബങ്ങളോട് ഇടപെടുമ്പോൾ അവരിൽ മറഞ്ഞിരിക്കുന്ന അശുദ്ധാത്മാവ് രോഗശക്തികൾക്ക് മനസ്സിലാകാം. പൈശാചികമായ ആ സ്പിരിറ്റിൻ്റെ ലോകത്തിന് മനസ്സിലാകും. ഇത് ദൈവമാരെന്നും ദൈവത്തിൻ്റെ വചനം എന്താണെന്നും അത് തിരിച്ചറിയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ച് മിണ്ടരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ, യേശു ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിൽ വെളിപ്പാടിൽ കാണുകയാണ്. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ ആത്മാവിൽ വെളിപ്പാടിൽ കാണുകയാണ്. എന്താണ്? അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ചേർന്ന് ശീമോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. ഇത് പള്ളിയിൽ ഇരുന്നപ്പോൾ ഉള്ള വെളിപ്പാടാണ്. അങ്ങനെ ആ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ആ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ശീമോൻ്റെ അന്ത്രയോസിൻ്റെ ഭവനത്ത് കടന്നു ചെല്ലുവാനും, അവിടെ പനി പിടിച്ചു കിടക്കുന്ന ആ മാതാവിൻ്റെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാനിടയായി തീർന്നു. അപ്പോൾ നാളിതുവരെയും ശരീരങ്ങളെ ഒതുക്കിക്കളഞ്ഞ അനുഭവങ്ങൾ, കിടന്നുപോയ അനുഭവങ്ങൾ, ശരീരം കൊണ്ട് ഒന്നിനും പറ്റാത്ത ഓരോ സാഹചര്യങ്ങളായിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കാൻ പോവുകയാണ്. യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചെങ്കിൽ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടാട്ടെ. യേശു നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. രോഗശക്തികൾ എൻ്റെ കർത്താവ് ഇന്ന് അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ചില രോഗബന്ധനങ്ങൾ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ഹാലലി ആ യേശു അന്ത്രയോസിനെയും ആ ഭവനത്ത് കടന്നു ചെന്ന് ഷീമോൻ്റെ ഹാലലി അമ്മേനെ സൗഖ്യം പ്രാപിച്ചെങ്കിൽ, സൗഖ്യം നൽകിയെങ്കിൽ വലിയൊരു എഴുന്നേൽപ്പ് കൊടുത്തു. ഇന്ന് പകലിൽ കിടന്നുപോയ മേഖലയിൽ, ഇരുന്നുപോയ മേഖലയിൽ കർത്താവ് നിങ്ങൾക്ക് ഒരു എഴുന്നേൽപ്പ് തരാൻ പോവുകയാണ്. അതൊരു ഭയങ്കര ശുശ്രൂഷ മേഖലയിലായിരിക്കാം, എന്നാൽ ആത്മീയ മേഖലകളിലായിരിക്കാം, ജോലി മേഖലയിലായിരിക്കാം, ഇന്ന് പകലിൽ പഠനത്തിൻ്റെ മേഖലയിലായിരിക്കാം. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ നിങ്ങൾക്കൊരു ജീവിതത്തിൽ വലിയൊരു എഴുന്നേൽപ്പിൻ്റെ പകലാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. അങ്ങനെ അത്ഭുത സൗഖ്യം ആ കബർനഹൂമിൽ, ആ പട്ടണത്തിൻ്റെ നടുവിൽ, ആ പള്ളിക്കകത്ത് അശുദ്ധാത്മാ ബാധിച്ച വ്യക്തിയെ സൗഖ്യമാക്കി. ഇവിടെ ഇതാ രോഗശക്തികളെ സൗഖ്യമാക്കി. ആ മാതാവിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ദേശത്തിറങ്ങി സാക്ഷ്യം പറയണം, ദേശത്തിറങ്ങി അത്ഭുതങ്ങൾ, യേശു ചെയ്ത പ്രവൃത്തികൾ പറയണമെന്ന്. എങ്കിലും പിന്നീട് അത് ദൈവത്തിന് ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റി. അവിടെ ചെന്നിട്ട്, ആ ദേശത്തിറങ്ങി ചെന്നിട്ട് യേശു ചെയ്ത വിടുതലിനെ കുറിച്ച്, യേശു കൊടുത്ത സൗഖ്യത്തെക്കുറിച്ച് നാനാ വ്യക്തികളോട് പറയാനിടയായി തീർന്നു. ആ ദേശത്ത് മൊത്തം യേശു ആരെന്നത് വെളിപ്പെടുത്താനിടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് തരുന്ന വിടുതലുകൾ, നിങ്ങൾക്ക് തരുന്ന സൗഖ്യങ്ങൾ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് അനേകരിലേക്കും കൈമാറുവാൻ, അത് അനേകരിലേക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടി യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ, യേശു ചെയ്ത വിടുവിച്ച കാര്യങ്ങളെ ഓർത്താൽ ദേശത്ത് നിങ്ങൾ സാക്ഷിയായി തീരാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു ഒരു ഭവനത്ത് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ഭാഗത്ത് 1-ാം അധ്യായത്തിനകത്ത് പള്ളിക്കകത്ത് വന്നു, 2-ാം അധ്യായത്തിനകത്ത് കാണുന്നു ഒരു ഭവനത്ത് കടന്നു വരുന്നതായിട്ട്. ഇന്ന് പകലിൽ യേശു എവിടെ കാലുകുത്തിയോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വിടുതലയക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ദേശത്ത് കാലുകുത്തിക്കോ, നിങ്ങൾ വിശ്വാസത്തോടെ ഭവനങ്ങളിൽ കാലുകുത്തിക്കോ. നിങ്ങളിൽ കൂടെ ചില വീര്യപ്രവർത്തികൾ നടക്കാൻ പോവുകയാണ്. ആ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയുകയാണ്, യേശു എവിടെ ചെല്ലുന്നു അവിടെ വലിയൊരു കൂട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കും. യേശു ഭവനത്തിൽ വന്നെങ്കിൽ സ്ഥലമില്ലാതെ വണ്ണം അനേക ജനം അവിടെ തടിച്ചുകൂടാൻ ഇടയായി തീർന്നു. ഇന്നൊരു കൂട്ടത്തെ വർധനവ് തരാൻ പോവുകയാണ്. ആത്മീയത്തിൽ ഒരു വർധനവ് തരാൻ പോവുകയാണ്. ആത്മീയ മക്കളുടെ ഒരു വർധനവ് തരാൻ പോവുകയാണ്. വലിയൊരു കൂട്ടത്തെ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകലിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ആ ഭവനത്തിനകത്ത് വന്നതെന്ന് കേട്ടപ്പോൾ തന്നെ 4 ആൾ കൂടി ചേർന്ന ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഭാഗം നമുക്കറിയാം. ആ വ്യക്തിക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്നറിയില്ല. പക്ഷേ 4 പേർക്കും ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു, ഉറച്ചൊരു വിശ്വാസമുണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ഇത് വിടുതലാകുമെന്ന്. ഇന്ന് പകലിൽ കേൾക്കുന്ന ദൈവവചനം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാകട്ടെ, ഒരു വിശ്വാസമുണ്ടാകട്ടെ. ഏത് വിഷയമായാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിടുതലായി മാറാൻ പോവുകയാണ്. 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ അനേകം ഭാരങ്ങൾ ചുമക്കാൻ പോവുകയാണ്, അനേകം വിഷയങ്ങൾ ചുമക്കാൻ പോവുകയാണ്, അനേക വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ പകലിൽ. നിങ്ങളത് വിശ്വസിച്ചാട്ടെ. ആ 4 പേരും ആ കൊണ്ടുവന്ന വിഷയം, ആ പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന വിഷയമായിട്ട് ആ വിഷയം കൊണ്ടുവന്നത് പോലെ പോയില്ല. നേരെ മറിച്ച് ആ കൊണ്ടുവന്ന വിഷയം യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചപ്പോൾ, നിന്റെ ഭാരം യഹോവെങ്കിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താൻ ദൈവശക്തനാണ്. വന്ന വിഷയം വന്നതുപോലെ മടക്കി അയച്ചില്ല കർത്താവ്. വന്ന വിഷയം വീണ്ടും കിടക്ക വിട്ട് എഴുന്നേറ്റ് കിടക്കയോടെ എടുത്ത് നടക്കാനിടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ഏത് വിഷയമാകട്ടെ, നിങ്ങൾ വന്നിട്ട് വെറും കൈയോടെ ദൈവം മടക്കി അയക്കില്ല. നിങ്ങൾ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു ആ വിഷയത്തിന് മറുപടി അയച്ച് ദൈവം മടക്കി അയക്കുകയുള്ളൂ. ഇന്ന് പകലിൽ ഒരു ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു ഖബർനഹൂമിൽ കാലുകുത്തിയപ്പോൾ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വിടുതൽ അയച്ചെങ്കിൽ, പള്ളിയിൽ യേശു കാലുകുത്തിയപ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ സൗഖ്യമാക്കിയെങ്കിൽ, യേശു അന്ത്രയോസിൻ്റെയും ശീമോനെയും ഭവനത്ത് കാലുകുത്തിയപ്പോൾ രോഗിയായി കിടന്ന ആ അമ്മേനെ വിടുവിച്ചെങ്കിൽ, അതേ യേശു ഖബർനഹൂമിലെ ഭവനത്ത് കാലുകുത്തിയപ്പോൾ വർഷങ്ങൾ കൊണ്ട് തളർവാദ രോഗിയായി കിടന്ന വ്യക്തിയെ സൗഖ്യമാക്കിയെങ്കിൽ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഏതുമാകട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അത് വെളിപ്പെടുകയും എല്ലാ മേഖലയ്ക്കകത്തും രോഗശക്തികളാകട്ടെ, വൈശാചികമായ സകല മുഖമാകട്ടെ, എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ പൂർണ്ണമായും കുടുംബമായിട്ട് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു നിമിഷം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം ആ ദൈവപാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. സ്വർഗത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ. കർത്താവ് യേശു എവിടെ ചെന്നാലും അവിടെ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ, കർത്താവിൻ്റെ മഹത്വം കർത്താവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന തൻ്റെ ജനവും കർത്താവെ എവിടെ കാലുകുത്തിയാലും അവിടെ വിടുതലായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഓരോ ദൈവമക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ പിതാവിനെ പുത്രനെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കണം. മഹത്വം പിതാവ് എടുക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.